ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ്, അതായത് ടൊമാറ്റോ റൈസ് അഥവാ തക്കാളിച്ചോറ്. ഇതൊരു തമിഴ്നാടൻ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇത് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഇതിന്റെ കമന്റ്സും സജഷൻസും ഒക്കെ എനിക്ക് അയച്ചു തരിക. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം അരി വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തത്, ഇന്ത്യ ഗേറ്റിന്റെ. അപ്പോൾ ഇത് എങ്ങനെ വേവിച്ചതെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം വെച്ച് നന്നായി തിളക്കുമ്പോൾ ഉപ്പും 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കുക. ഒരു 3/4 വേവാകുമ്പോൾ അത് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു സ്റ്റെയിനറിലിട്ട് അരിച്ച് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഈ റൈസ് ഉണ്ടാക്കാൻ പാടും. ഞാൻ ഫ്രൈഡ് റൈസിന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, അതേപോലെ 1/4 ടീസ്പൂൺ ജീരകം, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉഴുന്നുപരിപ്പ്, ഇത്രയും ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, വയനയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഇഞ്ചി, അതേപോലെ തന്നെ 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ടീസ്പൂണാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഗരം മസാല. ഗരം മസാല കൂടി പോയിട്ട് ഒരു നുള്ള് മതി. ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിക്ക് നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ടേ ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് ഉപ്പിടുന്നുണ്ട്. പിന്നെ ആദ്യം കുറച്ച് ഉപ്പ് ഇടുകയും ചെയ്തിന്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് ചോറ് കഴിച്ചിട്ട് മടിയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി ഡിഷായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഉണ്ടോ, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് നന്നായിട്ട് തണിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കറക്റ്റ് ഒന്നിനോടൊന്ന് ഒട്ടാത്ത പാകത്തിൽ കിട്ടുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ചൂടോടുകൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറ് പൊട്ടാണ്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പം ബസ്മതി റൈസാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നിയരി എടുക്കാം. പൊന്നിയരി വെച്ചിട്ടും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കാം, മൂടി വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ റൈസ് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്.
അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.